ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് യൂണിയൻ ഡാറ്റ ടൈപ്പ് ആണ്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ സ്ട്രക്ചർ പഠിച്ചായിരുന്നു. അപ്പോൾ സ്ട്രക്ചറിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പല ടൈപ്പിലുള്ള ഡാറ്റ വേരിയബിൾസിനെ എല്ലാം കൂടെ ചേർത്ത് ഗ്രൂപ്പ് ചെയ്ത് പറയുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്തായിരുന്നു? ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആയിരുന്നു. അതായത് ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഉണ്ട് എക്സ്, ഫ്ലോട്ട് ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഉണ്ട് വൈ. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ EMP എന്ന് പറയുന്ന പുതിയൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഏത് ടൈപ്പിലാണ്? സ്ട്രക്ചർ ടൈപ്പിലാണ്. അത് കാണിക്കാൻ വേണ്ടി നമ്മൾ സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ട്രക്ചർ വേരിയബിൾ ആണ് അല്ലെ. എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ ആണ് ഇ എന്ന് പറയുന്നത്. അപ്പം ഇ എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും? ഈ സ്ട്രക്ചർ വേരിയബിൾസ് ആയ എക്സിനെയും വൈനെയും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ സ്ട്രക്ചറിന്റെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. മെമ്മറി അലോക്കേഷന്റെ കേസിൽ മാത്രമേ യൂണിയനിൽ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ഈ സ്ട്രക്ചർ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ സ്ട്രക്ചറിന്റെ ക്ലാസ് കണ്ടിട്ട് വരിക. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം സ്ട്രക്ചറിലായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു പല മെമ്മറി അലോക്കേഷൻ ആണ് നടക്കുന്നത്. അതായത് ഓരോ വേരിയബിൾ ഉണ്ടെങ്കിലും ഓരോ വേരിയബിളിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മെമ്മറി ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സ് ഉണ്ട്, എക്സിന് 1 ബൈറ്റ്, കാരണം എന്താണ്? ക്യാരക്ടർ ടൈപ്പ് ആണ്, അതുകൊണ്ട് തന്നെ 1 ബൈറ്റ് മെമ്മറി എക്സിന് അലോക്കേറ്റ് ചെയ്യും. അടുത്ത മെമ്പർ എന്ന് പറയുന്നത് വൈ ആണ്. വൈ ഫ്ലോട്ട് ടൈപ്പ് ആണ്. അപ്പൊ അതിന്റെ സൈസ് എത്രയായിരിക്കും? 4 ബൈറ്റ്സ് ആയിരിക്കും. അപ്പൊ 4 ബൈറ്റ്സ് വൈക്കും അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ മെമ്മറി അലോക്കേഷൻ നടക്കും. ഇനി ഇതിന്റെ അകത്ത് എന്താണ്? ഈ എക്സിനെയും വൈനെയും കൂടെ ചേർത്താണ് നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ ആയിട്ടുള്ള ഇ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇയുടെ സൈസ് എന്തായിരിക്കും? ഈ ക്യാരക്ടറിന്റെ ടൈപ്പ് 1 ബൈറ്റും ഫ്ലോട്ടിന്റെ 4 ബൈറ്റും കൂടെ ചേരുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ വേരിയബിളിന്റെ സൈസ് എന്ന് പറയുന്നത് 5 ബൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ട്രക്ചറിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞായിരുന്നു. സ്ട്രക്ചറും യൂണിയനും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. മെമ്മറി അലോക്കേഷന്റെ കേസിൽ മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള മെമ്മറി എക്സ് വൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലോക്കേറ്റ് ചെയ്യില്ല. ഒരൊറ്റ മെമ്മറി ലൊക്കേഷനേ ഉണ്ടാകത്തുള്ളൂ. ഈ ഒരൊറ്റ മെമ്മറി ലൊക്കേഷനിൽ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ യൂസ് ചെയ്യാം? ഒരു ക്യാരക്ടർ വേരിയബിൾ, ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ക്യാരക്ടർ വേരിയബിൾ എക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിളും വൈ എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പിലുള്ള വേരിയബിളും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഒരേ സമയം തന്നെ രണ്ട് ടൈപ്പിലുള്ള വേരിയബിൾസ് ഒരു മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ നമ്മൾ പഠിച്ചായിരുന്നു, അരേ നമ്മൾ പഠിച്ചായിരുന്നു. അരേ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ ഒരേ ടൈപ്പിലുള്ള വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യുന്നതിനെ നമ്മൾ അരേ എന്ന് പറഞ്ഞു. സ്ട്രക്ചർ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ പല ടൈപ്പിലുള്ള വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. യൂണിയൻ വരുമ്പോൾ എന്താണ്? ഒരൊറ്റ മെമ്മറി ലൊക്കേഷനെ കാണത്തുള്ളൂ. ഈ ഒരൊറ്റ മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് പല ടൈപ്പിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതായത് മെമ്മറി ഷെയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇതാണ് യൂണിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതൊരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. അതായത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ ടൈപ്പ് ആയ ഇന്റ്, ക്യാരക്ടർ, ഫ്ലോട്ട് തുടങ്ങിയ പ്രൈമറി ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് യൂസർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് യൂണിയൻ എന്ന് പറയുന്നത്. യൂണിയനിൽ നമുക്ക് ഓർത്ത് വെക്കാനുള്ള കാര്യം ഇതാണ്: ഒരു മെമ്മറി ലൊക്കേഷനേ ഉണ്ടാകത്തുള്ളൂ. ആ ഒരു മെമ്മറി ലൊക്കേഷൻ എന്ത് ചെയ്യും? യൂണിയൻ ടൈപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾസ് എല്ലാം കൂടി ആ ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. സ്ട്രക്ചറിലാണെങ്കിൽ എക്സിന് ഇവിടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. EMP എന്നുള്ളതാണ് സ്ട്രക്ചർ. അവിടെ ക്യാരക്ടർ ടൈപ്പിലുള്ള എക്സ് വേരിയബിൾ ഉണ്ട്, ഫ്ലോട്ട് ടൈപ്പുള്ള വൈ വേരിയബിൾ ഉണ്ട്. സ്ട്രക്ചറിന്റെ കേസിലാണെങ്കിൽ എക്സിന് സെപ്പറേറ്റ് മെമ്മറി, വൈക്ക് സെപ്പറേറ്റ് മെമ്മറി ആയിരിക്കും. യൂണിയൻ ആണെങ്കിൽ എന്താണ്? എക്സിനും വൈക്കും ഒരേ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അപ്പം സൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ, എത്രമാത്രം സൈസ് വേണം എന്നുള്ളത്. എക്സിന് നമുക്കറിയാം 1 ബൈറ്റ് ആണ്, കാരണം അത് ക്യാരക്ടർ ടൈപ്പ് ആണ്. ഫ്ലോട്ടിന് 4 ബൈറ്റ്സ് ആണ്. അപ്പം വലിയ സൈസ് ഏതാണ്? ഫ്ലോട്ട് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് ഏത് വേരിയബിളിനാണോ വേണ്ടത് ആ സൈസിലായിരിക്കും മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സൈസ് അങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇന്റ്, ക്യാരക്ടർ, ഫ്ലോട്ട് എന്ന് പറഞ്ഞ എത്ര വേരിയബിൾസ് ഉണ്ടോ അതെല്ലാം കൂടെ നോക്കിയിട്ട് അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ മെമ്മറി ആർക്കാണ് വേണ്ടത് അത്രയും മെമ്മറി തന്നെ നമുക്ക് യൂണിയൻ വേരിയബിളിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് കിട്ടും. ഇതാണ് യൂണിയൻ ഡാറ്റ ടൈപ്പ് പറയുന്നത്. സ്ട്രക്ചറും യൂണിയനും ഒരേപോലെയുള്ള ഡാറ്റ ടൈപ്പാണ്. വ്യത്യാസം ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. മെമ്മറി അലോക്കേഷന്റെ കേസിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റോറേജ് ലൊക്കേഷന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
unions are conceptually similar to structures. The syntax to declare or define a union is also similar to that of a structure. The only difference is in terms of storage. In structure, each member has its own storage location, whereas all members of union uses a single shared memory location, which is equal to the size of its largest data member. Okay. ഇനി നമുക്ക് ഇതൊരു ഈ രീതിയിലാണ് ഒരു യൂണിയൻ വേരിയബിൾ ഡാറ്റ ടൈപ്പ് നമ്മൾ എഴുതുന്നത്. യൂണിയൻ എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഐറ്റം എന്ന് പറയുന്നത്? ഈ യൂണിയൻ ടൈപ്പിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഐറ്റം. ഇതിൻ്റെ അകത്ത് മെമ്പേഴ്സ് ആണ്, ഡാറ്റ മെമ്പേഴ്സ് ആണ് എം, എക്സ്, സി. എമ്മിന്റെ ടൈപ്പ് ഇൻറ്റീജർ ആണ്, എക്സിന്റെ ടൈപ്പ് ഫ്ലോട്ട് ആണ്, സിയുടെ ടൈപ്പ് ക്യാരക്ടർ ആണ്. അപ്പം എം എന്ന് പറയുന്ന ഇൻറ്റീജർ ടൈപ്പിലുള്ള വേരിയബിളിനെയും എക്സ് എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പിലുള്ള വേരിയബിളിനെയും സി എന്ന് പറയുന്ന ക്യാരക്ടർ ടൈപ്പിനുള്ള വേരിയബിളിനെയും കൂടി നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ആ ഗ്രൂപ്പ് ഏത് ടൈപ്പാണ്? യൂണിയൻ ടൈപ്പാണ്. ആ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഐറ്റം. ഇനി ഈ ഐറ്റം എന്ന് പറയുന്ന യൂണിയന്റെ ഒരു വേരിയബിൾ ആണ് IT1 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പല ടൈപ്പിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഇൻറ്റ് ടൈപ്പിലുള്ള എം എന്ന് പറയുന്ന വേരിയബിള്, ഫ്ലോട്ട് ടൈപ്പിലുള്ള എക്സ് എന്ന് പറയുന്ന വേരിയബിള്, ക്യാരക്ടർ ടൈപ്പിലുള്ള സി എന്ന് പറയുന്ന വേരിയബിള്. ഈ 3 വേരിയബിൾസിനെയും കൂടെ ചേർത്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുവാണ്. ഒരൊറ്റ ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിയൻ. ഈ ഐറ്റം എന്ന് കൊടുത്തിരിക്കുന്നത് ഈ യൂണിയന്റെ പേരാണ്. യൂണിയൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു കീവേഡ് ആണ്. ഓക്കെ, യൂണിയൻ എന്നുള്ള കീവേഡ് കൊടുത്തിട്ടാണ് നമ്മളൊരു യൂണിയൻ ടൈപ്പിനെ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഈ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് യൂണിയൻ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആവശ്യമുണ്ട്. ആ വേരിയബിൾ ആണ് IT1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ക്ലോസിംഗ് ബ്രേസസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ IT1 എന്ന് പറയുന്ന യൂണിയൻ ടൈപ്പിലുള്ള വേരിയബിൾ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഒരു സെമി കോളനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഒരു യൂണിയനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. സ്ട്രക്ചറിന്റെ ഡിക്ലറേഷൻ പോലെ തന്നെയാണ്. വ്യത്യാസം നമ്മൾ പറഞ്ഞു, മെമ്മറി അലോക്കേഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മളിവിടെ വേറൊരു യൂണിയൻ മെമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്റ് എ, ഫ്ലോട്ട് ബി, ക്യാരക്ടർ സി. ഇതിന് 3നെയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു യൂണിയൻ ടൈപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഒരു ഡാറ്റ ടൈപ്പ് എടുത്തിരിക്കുകയാണ്. ആ ടൈപ്പിന്റെ പേരാണ് ടെസ്റ്റ്. ഓക്കെ, നമ്മുടെ യൂണിയന്റെ പേരാണ് ടെസ്റ്റ്. അതിൽ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട്? ഇന്റ് എ, ഫ്ലോട്ട് ബി, ക്യാരക്ടർ സി. ഈ ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിയൻ ടൈപ്പിലുള്ള, ഈ ടെസ്റ്റ് എന്ന് പറയുന്ന യൂണിയൻ ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പിന്റെ ഒരു വേരിയബിൾ ആണ് ടി എന്ന് പറയുന്നത്. ഇനി ഈ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വേരിയബിൾ യൂസ് ചെയ്യാം. ടി എന്ന് പറയുന്ന വേരിയബിൾ T.A, T.B, T.C. നമ്മൾ സ്ട്രക്ചറിൽ എങ്ങനെയാണ് വേരിയബിൾസിനെ ആക്സസ് ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ്. ഇനി ആക്സസിങ് യൂണിയൻ മെമ്പേഴ്സ്. To access any member of a union, we use the member access operator dot. നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് യൂണിയൻ മെമ്പേഴ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇവിടെ ABC എന്ന് പറയുന്നത് യൂണിയൻ മെമ്പേഴ്സ് ആണ്. T എന്ന് പറയുന്നത് യൂണിയൻ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണ്. അപ്പൊ ഇത് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂണിയൻ വേരിയബിളിന്റെ പേര് കൊടുക്കുക, ഡോട്ട് കൊടുത്തിട്ട് ഈ മെമ്പേഴ്സിന്റെ പേര് പറയുക. ഇനി യൂണിയൻ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂണിയൻ ടൈപ്പിലുള്ള വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. stdio.h, string.h. ഇപ്പൊ സ്ട്രിംഗ് ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ string.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം നമ്മൾ മെയിൻ ഫംഗ്ഷന്റെ മുകളിലായിട്ടാണ് സ്ട്രക്ചറും യൂണിയനും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. സ്ട്രക്ചർ യൂണിയൻ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂണിയൻ എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുത്തിട്ടുണ്ട്. ഈ യൂണിയന്റെ പേരാണ് ഡാറ്റ. ഇനി അതിന്റെ മെമ്പേഴ്സ് ആണ് IFSTR എന്നൊക്കെ പറയുന്നത്. I എന്ന് പറയുന്ന ഇന്റീജർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണ്. F എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണ്. STR എന്ന് പറയുന്നത് ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണ്. ഇത് 3 നമ്മൾ കൊടുത്തിട്ടുണ്ട്. യൂണിയന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സെമി കോളൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ഓപ്പൺ ചെയ്തു. മെയിന്റെ അകത്ത് നമുക്ക് എന്ത് വേണം? ഈ യൂണിയനെ ആക്സസ് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ വേണം. ഈ യൂണിയൻ മൊത്തത്തിൽ എന്താണ്? ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? യൂണിയൻ, ഈ യൂണിയൻ എന്നുള്ള കീവേഡ് കൊടുക്കുക, യൂണിയന്റെ പേര് പറയുക, ഡാറ്റ എന്നുള്ള പേര് പറയുക, ദെൻ അതിന്റെ വേരിയബിൾ.
ഈ ഡാറ്റ എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ഈ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂണിയന്റെ പേരാണ്. അപ്പൊ ആ പേരിലുള്ള ഒരു വേരിയബിൾ, ഡാറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനെ ഓരോ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഡാറ്റ ഡോട്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻറ്റീജർ വേരിയബിൾ ആയിട്ടുള്ള ഐനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ 10 എന്നുള്ള വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഡാറ്റ ഡോട്ട് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് 220.5 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി strcpy സ്ട്രിങ് പഠിച്ചപ്പോൾ നമ്മൾ സ്റ്റിർ കോപ്പി എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഒരു സ്ട്രിങ്ങിനെ ഇന്നൊന്നിലേക്ക് കോപ്പി ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റിർ കോപ്പി യൂസ് ചെയ്യുന്നത്. സ്റ്റിർ കോപ്പി ഉപയോഗിച്ചിട്ട് സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ സ്ട്രിങ് നമ്മൾ ഈ str എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഡാറ്റ ഡോട്ട് ഐ എന്ന് പറയുന്ന വേരിയബിളും ഡാറ്റ ഡോട്ട് എഫും പിന്നെ ഈ ഡാറ്റ ഡോട്ട് str ഒന്ന് പ്രിന്റ് ചെയ്തു. സാധാരണ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാറ്റ ഡോട്ട് ഐ എന്ന് പറഞ്ഞിട്ട് %d കൊടുത്ത് കോമ ഇട്ടിട്ട് ഡാറ്റ ഡോട്ട് ഐ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ഡോട്ട് എഫ് എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ഡോട്ട് str എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കോഡ് കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത്. ഇവിടെ ഡാറ്റ ഡോട്ട് ഐ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഇൻറ്റീജർ ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ കൊടുത്തത് എന്തായിരുന്നു? 10 ആയിരുന്നു. പക്ഷെ നമ്മുടെ വാല്യൂ കറക്റ്റ് ആയിട്ടല്ല കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ എഫിൽ നമ്മൾ എന്തായിരുന്നു? 220.5 ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ വലിയൊരു ഫ്ലോട്ട് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. വാല്യൂ കറക്റ്റഡ് ആണ്. ഇനി str നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മൾ കൊടുത്തിരുന്ന സി പ്രോഗ്രാമിംഗ് ആണ്. അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇതിന്റെ അർത്ഥം നമുക്ക് ഒരു സമയത്ത് ഒരു വാല്യൂ മാത്രമേ ഈ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഒഴിക്കാം അല്ലെ? വെള്ളമായിക്കോട്ടെ, പാലായിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഒഴിക്കാം. പക്ഷെ ഒരു സമയത്ത് ഒരെണ്ണം മാത്രമേ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് യൂണിയന്റെ ലോജിക്കും. ഓക്കെ, അപ്പൊ നമ്മള് പാല്, ജ്യൂസ്, വെള്ളം മൂന്നും എടുത്തു വെച്ചിട്ട് ഏറ്റവും അവസാനം ഏതാണോ ഒഴിക്കുന്നത് അത് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ അല്ലെ? അതുപോലെ തന്നെയാണ് ആദ്യം ഈ ഐ, എഫ്, str എന്നൊക്കെ പറയുന്ന വേരിയബിള് ഒരേ ലൊക്കേഷൻ തന്നെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. മെമ്മറി ഷെയർ ചെയ്യുവാണ്. ആദ്യം ഇവിടെ കൊണ്ട് 10 സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി? 220 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പൊ 220 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോഴേക്കും ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 10 പോയി. ഇനി 220.5 എന്ന് പറഞ്ഞ വാല്യൂ അവിടെ കിടക്കുകയാണ്. അതിന്റെ മുകളിൽ കൂടിക്കൊണ്ട് എന്തോ സ്റ്റോർ ചെയ്തു? സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കൊണ്ട് സ്റ്റോർ ചെയ്തു. അപ്പൊ ഏറ്റവും അവസാനം ഇതിന്റെ അകത്ത് ഏതാണുള്ളത്? സി പ്രോഗ്രാമിംഗ് ആണുള്ളത്. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോഴും ഏത് മാത്രമേ കിട്ടത്തുള്ളൂ? സി പ്രോഗ്രാമിംഗ് എന്നുള്ളത് മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ആദ്യം 10 സ്റ്റോർ ചെയ്തു, പിന്നെ 220 സ്റ്റോർ ചെയ്തു, പിന്നെ സി പ്രോഗ്രാമിംഗ് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടി? ഇതെല്ലാം കൂടെ അങ്ങ് പ്രിന്റ് ചെയ്തു. പക്ഷെ എല്ലാം കൂടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സി പ്രോഗ്രാമിംഗ് കൂടെ കഴിഞ്ഞിട്ടാണ് എല്ലാം കൂടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് ഉള്ള വാല്യൂ, സി പ്രോഗ്രാമിംഗ് എന്നുള്ള വാല്യൂ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. അത് str എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിയന്റെ ലോജിക്ക്. അപ്പം സി പ്രോഗ്രാമിംഗിൽ യൂണിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് സ്ട്രക്ചറുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒറ്റ കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ, മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം സ്ട്രക്ചറിലെ ഓരോ വേരിയബിളിനും, സ്ട്രക്ചറിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ഓരോ മെമ്പറിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മെമ്മറി ഉണ്ടായിരിക്കും. പക്ഷെ യൂണിയനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ എല്ലാവരും കൂടി ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇതാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.